വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല എന്ന റോമർ 8:26 ആസ്പദമാക്കി ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. Yesterday I spoke to you regarding how we do not know as we ought to pray from Romans 8:26. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലെന്ന് സമ്മതിക്കുന്ന ശിഷ്യന്മാരെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. This morning I want to introduce you to the disciples who are admitting that they don't know how to pray. നോക്കൂ, അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Here Jesus is praying in a place. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, and after the prayer was ceased, the disciples said unto him, കർത്താവേ, Lord, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. Lord, teach us to pray as John also taught his disciples to pray. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്, ശ്രദ്ധിക്കാൻ പോണത് ശിഷ്യന്മാരുടെ മനോഭാവമാണ്. This morning we want to look at the attitude of the disciples. അവരുടെ മനോഭാവം ആ വാക്യത്തിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. We can see what their attitude is. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പക്ഷെ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ അറിയാം. Lord, we know to pray, but we don't know how we should pray. ഞാൻ ഓരോന്നും മുറിച്ച് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. Just want to separate them and then describe. ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. The disciples knew how to pray. എന്തുകൊണ്ട്? Why? അവർ തന്നെ പറയുന്നു, യോഹന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടോ. They say John the Baptist has taught them. അപ്പം യോഹന്നാൻ പഠിപ്പിച്ചത് ഇവർ പഠിച്ചതാണ്. And whatever John the Baptist has taught, these disciples also have learned. കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാം ആദ്യം യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. And because they were also the disciples of John the Baptist. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. So they knew how to pray. Secondly, അവർ യഹൂദന്മാരെന്ന നിലയിൽ അവർക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ട്. being a Jew, they knew how to pray even in their homes. ഏതൊരു മതവിശ്വാസിക്കും ജന്മന ആദ്യം തൊട്ടേ ഒരു പ്രാർത്ഥനയുടെ പഠനം വീട്ടിൽ നിന്ന് കിട്ടുമല്ലോ. In every religion, a life of prayer is taught in their homes. അപ്പം വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കോഴ്സുണ്ട്. നമ്മുടെ പൊതുവായ അറിവ് വെച്ച് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കോഴ്സുണ്ട്, ചർച്ചിൽ നിന്ന് മതത്തിൽ നിന്ന് കിട്ടിയ ഒരു കോഴ്സുണ്ട്, പിന്നെ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഒരു കോഴ്സുണ്ട്. അതാണ് യോഹന്നാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത്. കുറഞ്ഞ പക്ഷം 3 കോഴ്സെങ്കിലും പ്രേയറിനെ കുറിച്ച് ഇവർ പഠിച്ചിട്ടുണ്ട്. So they have at least 3 courses of the study of prayer, might be from their home or from the church, or if not from a disciple and a master like John the Baptist. എന്നാൽ ഇപ്പോൾ അവർ പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തൃപ്തരല്ല. Yet at this point they are saying we are not satisfied with that prayer. അപ്പൊ ഇനി നമുക്ക് നമ്മളിലേക്ക് വരണം. So then we'll have to look back into ourselves. നമ്മൾ സംതൃപ്തരാണോ? Are we satisfied with our prayer? നിങ്ങളിപ്പോ മറുപടി പറയണ്ട. You don't have to reply for that. നിങ്ങളോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. You just have to ask yourself that question. ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ഒരു പാസ്റ്റേഴ്സ് സെമിനാറിൽ സംബന്ധിച്ച ഒരു സീനിയർ പാസ്റ്റർ ചോദിച്ചു, ഇത്രയും വർഷം ശുശ്രൂഷയിൽ നിന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചു. One man asked Dr. Billy Graham, after these long years of service, do you regret really on something in your life? അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ ഞാൻ പറയാൻ പോണ ആ മണിക്കൂറുകൾ ചിലപ്പോൾ ഇച്ചിരി തെറ്റുമായിരിക്കും, എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലങ്ങളിൽ ഞാൻ 20-22 അധ്യായങ്ങൾ ഒരു ദിവസം വായിക്കുകയും 3 മണിക്കൂർ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് തിരക്ക് വർദ്ധിച്ചപ്പോൾ വായന 5-6 അധ്യായമായി കുറയുകയും പ്രാർത്ഥന അരമണിക്കൂർ 1 മണിക്കൂറായി കുറയുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. He said, I regret for one fact, because when I started my ministry, I used to pray for 3 hours, read at least 22 chapters. But as I got busy in my ministry, it cut down to 5 or 6 chapters, and the prayer life went down to half an hour, and I really regret on that. ഇത് ഞാൻ ഫസ്റ്റ് ഹാൻഡ് ന്യൂസ് അല്ല, ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. I just read this from a book. നമ്മളെങ്ങനെ ഇരിക്കുന്നു? How is our prayer life? നിങ്ങളുടെ വിശ്വാസത്തിലെ പ്രായമോ നിങ്ങൾക്ക് കർത്താവിനോടുള്ള ബന്ധമോ
നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയില്ല. I don't know what's your experience in your spiritual life. ഇന്നലെ രാത്രി ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ദേവദാസനോട് ഓർപ്പിച്ചതുപോലെ ഞാൻ ഒരു ചെറിയ സർവേ നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും പാസ്റ്റർമാരുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. എഴുതാനും മാത്രം ഇല്ലെങ്കിലും ഏറെക്കുറെ ഒരു ഐഡിയ എനിക്കുണ്ട്. Even though I haven't written about any survey that I have taken, I have already taken a few surveys from our pastors and our believers. പ്രാർത്ഥന വളരെ കുറവാണ് എനിക്ക് മനസ്സിലായി. One thing is very clear, that the life of prayer is very less in the life of these people. ഞാൻ ഇപ്പോൾ പിറവം ചർച്ചിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത് 8ാമത്തെ വർഷം. This is my 8th year in the Piravam Church. കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് എനിക്കൊരു ചെറിയ കാര്യം അവിടെ സാധിച്ചെടുത്തത് പ്രാർത്ഥിക്കുന്ന ഒരു ടീമിനെ വളർത്താൻ സാധിച്ചു. Amen. For this last year, the greatest achievement that I have in the church is I was able to build a people who prays. 8 കൊല്ലം കൊണ്ടാണ് ഓർക്കണം. Remember, it took me 8 years to form this team. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, കഴിഞ്ഞ 1 വർഷം 12 മാസമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7:30 വരെ ടൗണിലുള്ള ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷിച്ച് നോക്കുക. Let us just and try that. പക്ഷെ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും. In the beginning, it's really hard. ഞാൻ ഉദാഹരണം പറയുന്നത് ചിരിക്കാനല്ല, ചിന്തിക്കാനാണ്. I am telling you an example, not to laugh but to think about it. 74 വയസ്സുള്ള ഒരു അപ്പച്ചനും There was a 74-year-old old man. അപ്പച്ചന്റെ കൊച്ചുമോനും കൂടെ രാവിലെ നടക്കാൻ പോയി. And his grandson went for a walk. നടക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഈ കൊച്ചുമോൻ വെള്ളം ഉണ്ടാക്കും. അപ്പച്ച ഞാനും വരട്ടെ. So every morning when the grandfather walks, the grandson would say, "Let me come with you." ഒരു ദിവസം ശല്യക്കാരനെ കൊണ്ടുപോയി. So just to avoid his nuisance, he just took this grandson. കുറച്ച് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യനെതിരെ വരുന്നു. And as they were walking, they saw a man coming against them. Yeah. ആ മനുഷ്യന്റെ തോളയിൽ ഒരു പശു. And there was a cow on the shoulder of that man. എന്നിട്ട് അതിന്റെ തലയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടില്ല, തലയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ആട്ടി. So the cow is sitting on the shoulders of this other man coming towards them, and it's shaking. കൊച്ചു പേടിച്ച് അപ്പച്ചന്റെ മേത്ത് ചാടി. So this young boy was scared and caught hold of his dad. അപ്പച്ചൻ എന്താണെന്ന് ചോദിച്ചു. And asked the granddad, what's happening? അപ്പച്ചൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനിത് എല്ലാ ദിവസവും കാണുന്ന. The grandparents said, don't worry, I see this every day. അപ്പച്ചൻ ഒന്ന് പറയാമോ അതെങ്ങനെയാ? Can you tell me, granddad, what happened? How this happens? മോനെ, ഞാൻ അതൊക്കെ ആ മനുഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കി. ഞങ്ങൾ ഡെയിലി ഇങ്ങനെ പാസ് ചെയ്യുന്ന ഇവിടെ വെച്ച് കാണുന്നതാണ്. We pass and we meet every day. So I asked this man what this thing is all about. So I'm not concerned about it. ഈ പുള്ളിക്കാരൻ നടക്കാൻ തുടങ്ങിയത് ഡോക്ടർ പറഞ്ഞിട്ടാണ്. This man began to walk because the doctor had prescribed that. പുള്ളിക്ക് ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, അത് കുറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു നടക്കുന്ന വഴി എന്തെങ്കിലും ചെറിയ വെയിറ്റ് എടുത്തൊന്ന് നടക്കാം. So the doctor said, while you are walking, carry something with a light weight. ഓരോ ദിവസം കഴിയുമ്പോൾ ഇച്ചിരി വെയിറ്റ് കൂട്ടാൻ. And then as you begin to progress, increase the weight that you carry. പുള്ളിക്ക് ഈ ഭയങ്കരമായിട്ട് ഇണക്കി സ്നേഹിച്ച് വളർത്തുന്ന ഒരു പശുക്കുട്ടിയുണ്ട്. So he had a young calf that he loved very much. പുള്ളിക്ക് മക്കളും കൊച്ചുമക്കളൊന്നും. He didn't have any children or grandchildren. ഇതാണ് പുള്ളിയുടെ ഗ്രാൻഡ്. So this is his grandchild. അപ്പൊ പുള്ളി ഇതിനെ എടുത്ത് തോളെ വെച്ചു. So he took this young calf and put it on his shoulder. അത് കുഞ്ഞത്. So it was small. അതിങ്ങനെ ഒതുങ്ങിയിരുന്നു. And then at that time it was okay. പുള്ളി ചിന്തിച്ചപ്പോ ഡെയിലി ഇച്ചിരി വെയിറ്റ് കൂട്ടാനല്ലേ. So what the doctor said was, you should increase the weight as you carry on. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് കൂടിക്കോളുമല്ലോ. So then automatically the calf is going to gain weight. അങ്ങനെ സന്ധ്യാവിഷസ്മായി 2 കൊല്ലം കഴിഞ്ഞപ്പോ പശു ഇത്ര. It was evening and morning, and then for 2 years now this calf is grown up to become a cow. ചെറുപ്പത്തിലെ കയറി ഇരുന്ന് പരിചയിച്ചുകൊണ്ട് പശുവിനും ടെൻഷനില്ല, പശു ഫ്രീ ആയിട്ടിരിക്കും. Because this calf has been on his shoulder from so small age, the cow doesn't feel any tense there. എനിക്ക് തോന്നുന്നു സക്കറിയ ടാനിഫോമിന്റെ ബുക്കിനകത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. I think I read that in a book. സക്കറിയ ടാനിഫോം. Zechariah Taniform. എന്ന് തോന്നുന്നു. I think. അദ്ദേഹം പറയുന്നത്
This is what he says. ഒരിക്കലും ഒരു പശുവിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. Never can any person carry a cow. എന്നാൽ ഒരു പശുക്കുട്ടിയെ നിങ്ങൾക്ക് എടുക്കാം. But you can carry a calf. എടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒടുവിൽ ഒരു പശുവിനെ എടുക്കാം. And if you continue carrying that calf, it will turn to become a cow. ശ്രദ്ധ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. Just pray that we will not be hindered. എനിക്ക് രാത്രിയോധങ്ങൾ ഇഷ്ടം പോലെയാണ്. I like the morning prayer than the evening prayers. കാരണം The reason is ഇതിനകത്തെ ജനം പണിയപ്പെടുകയാണ്. because these people sitting here today are going to be built. രാത്രി യോഗത്തിൽ പകൽ യോഗത്തിന് വരാനുള്ള ഒരു ആവേശം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. We can bring an enthusiasm to come to the evening prayer. കാരണം നമ്മൾ പറയുന്നത് ഈ മാജിക് കൺകെട്ടുകാരെ പോലെയുള്ള തട്ടിപ്പ് സാധനങ്ങളല്ല. വർത്തായ സാധനം നമ്മൾ കൊടുക്കുന്നത് അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കണം. Amen. We are giving very specific information and message, and that is why we are not doing any magic activities here. യേശു കർത്താവിന്റെ ക്രൂസൈഡിൽ എത്രയാണ് സംബന്ധിച്ചു എന്ന് പ്ലേറ്റ് എണ്ണി നോക്കി അറിയാം. If you count the number of the plates on how many people were there for the crusade for Jesus Christ, എണ്ണി നോക്കിയിട്ടില്ലേ? can we count the plates and see how many people were there? എത്രയുണ്ട്? ഒരു 20,000 ഒക്കെ കാണുകയില്ലേ? 20,000 people, 5,000 പുരുഷന്മാര്, 5,000 men. പക്ഷേ ശ്രദ്ധിച്ചു പഠിക്കുക. But listen very carefully. യേശു കൂടുതൽ സമയം ക്ലാസ് എടുത്തത് 12 പേർക്ക്. But the most of the time he took the Bible study was for the 12 disciples. ഒരുപാട് ആളുകളെ വലിയ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ പറ്റിയില്ല. You cannot teach too many things to great crowd. ചെറിയ ഗ്രൂപ്പിനാണ് യേശു വലിയ വിഷയം കൊടുത്തത്. But it is in a smaller group that Jesus gave greater mysteries. Praise God. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് വളരെ ബെസ്റ്റ് ഗ്രൂപ്പാണ്. So that is why this group is very important. വളരെ ശ്രദ്ധിക്കണം. So you have to pay attention to that. നിങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാൻ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. Oh, you should pray in your spirit that you will not be hindered anyway. നിങ്ങൾ ചതിക്കുകയെന്ന് ഞാൻ ഉറപ്പ് തരാം. I will say that I am not going to deceive you, or the word will never deceive you. നിങ്ങൾക്ക് നിലനിൽക്കുന്ന Amen. ഗുണം ഇതുകൊണ്ടുണ്ടാവും. Or you will have benefits that will last for long. Praise the Lord. Amen. അപ്പോ നിങ്ങൾക്കൊരു വലിയ പ്രാർത്ഥന മനുഷ്യനാകാൻ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമല്ല. You cannot become a prayer warrior in one day. ഇതിനൊരു എക്സർസൈസ് തന്നെ വേണം. And you need an exercise for this prayer life. ക്ഷമയോടെ, വാഞ്ചയോടെ, കൊതിയോടെ ഈ പശുക്കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കണം. With patience and lots of perseverance, you should carry this little calf. അങ്ങനെ വളർന്ന് 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ഒക്കെ പ്രാർത്ഥിക്കുന്ന വീരന്മാരായി നമ്മുടെ ഇടയിലെ ആളുകൾ തീരും. And as we continue that, we will become prayer warriors. പെരുമ്പാവൂർ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ While I was in Perumbavoor Church, ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. I happened to meet a person. അദ്ദേഹത്തിന് ഒരു ഓട്ടോമൊബൈൽ ബിസിനസ്സാണ്. He has an automobile business. പക്ഷേ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു പ്രയർ റൂമുണ്ട്. Alongside of his bedroom, there is a prayer room. ഈ തിരക്കേറിയ ബിസിനസ്സിന് പോണ ഈ മനുഷ്യൻ രാവിലെ 4 മണിക്ക് പ്രയർ റൂമിൽ കയറിയാൽ 7 മണിക്ക് ഇറങ്ങുള്ളൂ. Even though he is so busy in his life, he has to go to work at 7 o'clock. He will get into that prayer room at 4 o'clock in the morning. Will not leave there till 7. അത് ഒരു 14 കൊല്ലം മുമ്പത്തെ കാര്യം ഞാൻ പറയാം. I'm talking about a 14-year-old experience. എനിക്ക് ലജ്ജ തോന്നി. I felt ashamed when I heard that. ഞാനൊരു പാസ്റ്റർ. I am a pastor. എന്റെ വിശ്വാസി 3 മണിക്കൂർ മുട്ടേ നിൽക്കുമ്പോൾ ഞാൻ അരമണിക്കൂർ കൊണ്ട് തടി തപ്പുക. And when my believer is standing on his knees for 3 hours, I find excuse to leave the prayer room in 30 minutes. എന്നിട്ടും എന്റെ പ്രസംഗത്തിന് ഒരു കുറവുമില്ല. And even then my preaching is not going down. ഞാനിങ്ങനെ ഓടുക. I am still preaching. എന്നിട്ട് ഞാൻ പറയുന്നതെന്നറിയോ, എനിക്ക്
പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ പ്രോഗ്രാമാണെന്ന് പറയും. And then what I say is, I don't even have time to pray. I have so many programs. ഞാൻ എന്തൊരു മണ്ടനാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. I understood that I was a fool regarding that. പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ പ്രസംഗിക്കുക. Preaching without prayer. ആര് പറഞ്ഞു പ്രസംഗിക്കാൻ? Who told you to preach? ആർക്ക് വേണ്ടി നീ For പ്രസംഗിക്കും? whom are you preaching? നിനക്ക് വേണ്ടി. For you? അല്ലാതെ For who else? Praise the Lord. എനിക്ക് വലിയ കുറ്റബോധമുണ്ടായി. I had great conviction. പ്രാർത്ഥിക്കാനുള്ള സമയം Amen. മറ്റൊന്നിനും മാറ്റിവെച്ചാൽ Amen. ഒരു പ്രയോജനമില്ല. If you set aside the time for prayer for anything else, it doesn't help us. ഞാൻ എന്നെ തന്നെ തിരുത്താൻ ആഗ്രഹിച്ചു. I began to correct myself. ഒരു ചെറിയ മാറ്റം ദൈവം വരുത്തി തന്നു. And God began to change my life. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏതാണ്ട് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി. I began to feel uncomfortable if I didn't pray. അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ? Have you ever felt uncomfortable every time you didn't pray? ഹല്ലേലൂയ. Anybody feel that? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. If you have that feeling, then you'll benefit from it. ചിലർ പറയല്ലേ എനിക്ക് 2-3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. Some people say even if I don't sleep for 3 days, it doesn't matter. പക്ഷെ 2-3 ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലോ? But what happens if you don't pray for a couple of days? പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലക്ഷണം. Or if you feel that there is something you miss out if you don't pray, then that's a good sign. അങ്ങനെയൊന്നും ഒരു അസ്വസ്ഥതയില്ല വാസ്തവം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നല്ല പെർഫെക്റ്റ് ബിലീവറാന്നല്ല, നിങ്ങൾ പോക്കാവുന്ന. If you don't feel uncomfortable about that, it doesn't mean that you are a perfect believer. It means that you are going down. 24 മണിക്കൂർ പാസ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ക്വയറ്റായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു അസ്വസ്ഥത തോന്നുന്നില്ലെങ്കിൽ അത് എന്തോ കുഴപ്പമല്ലേ? If you don't feel bad after spending the whole day and can pray, isn't there something wrong with it? Praise the Lord. Praise the Lord. നാട്ടിൽ പ്രസംഗിക്കാൻ വന്നൊരു മിഷണറി ഇങ്ങനെ പ്രസംഗിച്ചു. One missionary who came to India to preach said like this. ഒരു ദൈവദാസൻ കാർ ഓടിച്ച് രാവിലെ സഹായത്തിന് പോകുമ്പോൾ A preacher, as he was going for the prayer meeting in the morning, വണ്ടി പാർക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു ബിസി സ്ട്രീറ്റിൽ വെച്ച് ദൈവാത്മാവ് കാണിക്കുകയാണ്, ആ പോകുന്ന യൗവനക്കാരനെ നീ ഇന്ന് വിളിച്ച് നിന്റെ ചർച്ചയിൽ കൊണ്ടുപോകണം. and as he was passing through a very busy street where there was no parking space, the Spirit of the Lord pointed to a person and said, bring that person to the church. അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇവിടെ നോ പാർക്കിംഗ് ആണല്ലോ. He told the Lord, Lord, this is a no parking area. നീ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന് അവനെ പിടിച്ചോണ്ട് പോകണം. The Spirit of the Lord said, again, go and park your vehicle somewhere, bring him to the church. ആ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്ന ആളായതുകൊണ്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ചെറുപ്പക്കാരന്റെ കയ്യെ വന്ന് പിടിച്ചു. He obeyed the Lord and he went and took hold of this young man. നീ എന്നോട് ചർച്ച വന്നു. He said, you should come to the church with me. ഇത് ഭയങ്കര തമാശയായി പോലും, മരിക്കാനും അനുവദിക്കരുത്. The young man said, this is very funny, you won't even allow me to die. പാസ്റ്റർ ഞെട്ടിപ്പോയി. And the pastor was shaking. ദൈവം പറയുന്നത് എത്ര കറക്റ്റ്. Or how correct is it when God speaks to us? പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല, നീ എന്റെ കൂടെ വന്നിട്ട് ഉച്ചകഴിഞ്ഞ് വിളിച്ചോളാം. Or he said, you come with me for the prayer and then you die in the afternoon, he said. അവനെ അറസ്റ്റ് ചെയ്ത് അറക്കി. The pastor arrested him and put him in the car. ചർച്ചിൽ കൊണ്ടുപോയിട്ട് ഒരു കറക്റ്റ് പൊസിഷൻ കാണിച്ചിട്ട് പറഞ്ഞു, മീറ്റിംഗ് തീരുന്നവർ ഇവിടെ ഇരിക്കണം. And he put him in a seat, gave a seat in the church and said, you sit there till the church service is finished. ആദ്യത്തെ 2 പാട്ടുപാടി ജനം വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കവിൾ വീട് കരയാൻ തുടങ്ങി. After the 2 worship songs, he began to stand up from the place he was, fell down and he began to cry. സാക്ഷി പറയാനൊന്നും അവൻ അറിയത്തില്ല. അവൻ പാട്ട് നിർത്തി വഴി മുമ്പോട്ട് വന്ന് മൈക്ക് മേടിച്ചു. Amen. As soon as the song was finished, he went forward, grabbed hold of the microphone. എനിക്ക് 32 വയസ്സുണ്ട്. He said, I am 32 years old. 32 കൊല്ലം എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. My mom prayed for me for the last 32 years. എന്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല. My mother died last year.
എന്റെ അമ്മ മരിച്ചെങ്കിലും എന്റെ അമ്മയുടെ പ്രയർ മരിച്ചിട്ടില്ല. Even though my mother passed away, her prayer did not pass away. എന്റെ അമ്മ, ഞാൻ മദ്യപിച്ചു വന്ന് കിടക്കുമ്പോഴും എന്റെ അമ്മ നിലവിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. Every time I come home drunk, I've heard my mom pray for me. എന്റെ അമ്മയുടെ പ്രയർ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് My mom's prayer has never died, and I realize that today. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നാവ് മണ്ണിൽ അലിഞ്ഞു പോയാലും നിങ്ങളുടെ പ്രാർത്ഥന Even if your tongue will be absorbed in this world, in this earth, praise God, your prayer will never cease. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Amen. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിരുന്നാൽ സംഗതിയെല്ലാം മാറും. If you spend enough time in the presence of God, God is going to change things. കേരളത്തിൽ ഒരു ഹിന്ദു രാജൻ വിശ്വാസത്തിൽ വന്നു. There was a Hindu named Rajan who came to faith in Kerala. കോട്ടയത്ത് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. He went for the Lord's work after his Bible studies. കുമരകം എന്ന സ്ഥലത്ത് ഞാൻ ആരംഭിച്ചു. Started working in a place called Kumaragam. 7 കൊല്ലം ഒരു വാടക വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒറ്റ വ്യക്തി പോലും വന്നില്ല. He sat in a rented home for 7 years and prayed, yet no souls came to that church. അവിടുത്തെ ഇൻകമൊക്കെ നിങ്ങൾക്കറിയാം. You know the income in India. വളരെ പട്ടിണിയിലും കഷ്ടത്തിലും ആ ദൈവദാസൻ വലഞ്ഞു. That man of God spent hours and days and years in that place without food. ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ആ മനുഷ്യൻ ഉറങ്ങാതെ കട്ടിലിറങ്ങി താഴെ ഇരുന്ന് പറഞ്ഞു, കർത്താവേ, നാളെ ഒരു വെള്ളിയാഴ്ചയാണ്, ഞാനൊരു അടയാളം ചോദിക്കുകയാണ്. ഇനി ഞാനിവിടെ തുടരണോ വേണ്ടിയോ എന്ന് എനിക്ക് നാളെ അറിയണം. One Thursday evening he got up from his bed, went on his knees and told the Lord, Lord, tomorrow it's Friday. I want to know if this is the place I should minister. I need a sign from you. ആ രാത്രി 4 മണി വരെ, വെളുപ്പിന് 4 മണി വരെ മനുഷ്യൻ. That night he spent in prayer till 4 o'clock in the morning. ആ കഥ എവിടെ നിൽക്കട്ടെ. Let that story stay there. 6 മൈൽ അകലെ വേറൊരു കഥ. There is another story 6 miles beyond that place. ഹാർട്ടിന്റെ വാൽവ് രണ്ടും തകർന്ന ഒരു സ്ത്രീ. There was a lady who had a heart valve was not functioning. ഭർത്താവ് മീൻപിടുത്തക്കാരൻ. Her husband is a fisherman. 3 കുഞ്ഞുമക്കൾ. And they had 3 little children. ഈ മനുഷ്യൻ മീൻ പിടിച്ചുകൊണ്ടിരുന്ന കാശ് മുഴുവൻ ഈ സ്ത്രീക്ക് വേണ്ടി ചികിത്സയ്ക്ക് ചെലവാകും. All the money that he earned was spent on her for her cure. കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല. He didn't have money to give the tuition fee. 8-9 വർഷത്തെ പഴക്കമുള്ള ഈ കേസ് അവസാനിപ്പിക്കാൻ അന്ന് രാത്രി ഈ സ്ത്രീ തീരുമാനിച്ചു. That night that woman decided that they will end up their life. ഭർത്താവിനെ മീൻ പിടിക്കാൻ പറഞ്ഞു വിട്ടു. The husband went for fishing. മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുത്ത് ഉറക്കി. She gave the food that the children desired that night. Put them to sleep. ഫ്യൂറോഡാൻ എന്ന് പറയുന്ന ഏറ്റവും കട്ടി കൂടിയ വിഷം എടുത്ത് അടുക്കള കൊണ്ടുവച്ചു. She brought a poison and kept it in the kitchen. കട്ടൻ കാപ്പി തിളപ്പിച്ചിട്ട് അതിലിട്ട് കുടിക്കാൻ തീരുമാനിച്ചു. She decided that she will make coffee, put it in there and drink that. കാരണം ഞാൻ ഒരാൾ മരിച്ചാൽ എന്റെ ഭർത്താവ് ജോലി എടുക്കുന്ന കാശ് കൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. So she said, if I die, then the money that they spend on me, they can teach the children. കാപ്പി തിളച്ചു. Coffee began to boil. വിഷം ഇടാൻ എടുക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന കൊച്ച് ഞെട്ടി ഉണർന്നു. As she was going to throw the poison in there, the child that was sleeping woke up. കാപ്പി അവിടെ ഇട്ടിട്ട് വിഷം അവിടെ ഇട്ടിട്ട് കൊച്ചിനെ എടുക്കാൻ ഓടി. She ran to grab the child. ആ കൊച്ച് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. That night that little child did not sleep. ഭയങ്കര നിലവിളിയാണ്. There was great crying. അതുകൊണ്ട് വിഷം കുടിക്കാൻ പറ്റിയില്ല. So she didn't get the time to drink the poison. വെളുപ്പിന് 3 മണി 4 മണി വരെ കൊച്ചിനെ എടുത്തോണ്ട് നടന്നു. 4 o'clock in the morning, 3 o'clock in the morning, she's still walking with the child. രോഗിയായ സ്ത്രീ തളർന്ന് വരാന്തയിലോട്ട് കയറി. And because she was already weak and she got tired and she went on the sleep on the veranda. 6 മണിയായപ്പോ മീൻ പിടിക്കാൻ പോയ ഭർത്താവ്. Early morning in the 6 o'clock, the husband came. കതകെ മുട്ടി. Knocked at the door. വരാന്ത കിടക്കുക. But she's lying on the veranda. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. What happened? ചെട്ടി ഉണ്ടെന്ന്. ഒന്നുമില്ല. അടുക്കള ചെന്ന വിഷം എടുത്ത് കളഞ്ഞു. She went to the kitchen, threw away the poison. ഒന്നും പറഞ്ഞില്ല. She didn't say nothing.
ഭർത്താവിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഒരിടത്ത് മാറിയിരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ. Amen. While she was she gave coffee to the husband, and then she sat back and she dreamt a dream. എന്താ സ്വപ്നം എന്ന് പെട്ടെന്ന് ഓർത്തു. She was thinking about the dream she had dreamt. ഈ വെളുപ്പിനെ കിടന്നുറങ്ങുമ്പോൾ കാണുകയാണ് അവരുടെ വീട്ടിൽ നിന്ന് മുമ്പിൽ കിടക്കുന്ന റോഡെ കൂടെ കുറെ ദൂരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ്, പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ്, പിന്നെ ഒരു പാടത്തെ കൂടെ പോയി, പിന്നെ ഒരു വരമ്പത്തൂടെ പോയി, പിന്നെ ഒരു പുഴയെ കൂടെ കടന്ന് പോയി നെറ്റടിച്ച ഒരു പഴയ വീടിന്റെ വാതിൽക്ക് ചെന്ന് മുട്ടുന്നു. അവിടെ വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്തിനാ വന്നതെന്ന്. ഞാൻ ഹാർട്ടിന് ഒരുപാട് നാളായി മരുന്ന് കഴിച്ചിട്ട് കുറയാത്ത ഒരു സ്ത്രീയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം കൈവയ്ക്കുന്നു, സൗഖ്യമാകുന്നു. ഇതാ സ്വപ്നം. The dream was, in that dream she dreamt that the next morning she was walking across the paddy fields and to the area of this pastor's house where there was a home with a net in front of the house, and there was a man that was praying on his knees with a white shirt, and she goes in and tells him, I am a heart patient, I lost both my walls, and you need to pray for me. നിങ്ങൾക്ക് മനസ്സിലായോ ആ മനുഷ്യനെ? Do you know who that man was? മറ്റേ മനുഷ്യൻ. It was that man of God. Prayer is power. There is power in prayer. ഈ സ്ത്രീ സംഗതി റിയലൈസ് ചെയ്തിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഞാനൊരു സ്വപ്നം കണ്ടു, ഒരാളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് സുഖം വരുന്നതായിട്ട് കണ്ടു, ഞാനൊന്ന് പൊക്കോട്ടെ അച്ചായ പ്ലീസ്. So she told her husband, I dreamt a dream that I went to a person in the night in my dream and he prayed for me, I got healed, can I please go? എന്റെ മോളെ നീ എവിടെ വേണേ പൊക്കോ, കാരണം എന്തോരം പൈസ ചെലവാക്കില്ല. And he said, you can go anywhere and pray with anybody because I already spent enough money. അവൾ രാവിലെ എഴുന്നേറ്റ് സ്വപ്നം വെച്ച് നടന്നു. She walked as per her dream that morning. എഴുന്നേറ്റില്ല. She did not lose the track. കറക്റ്റ് സ്വപ്നം. It was a very true dream. നടന്ന് നെറ്റടിച്ച വീടിന്റെ വാതിൽക്ക് ചെന്നു. And after her walk she came beside the house that had a net before in the front of the house. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ മനുഷ്യനും വേറൊരു പ്രായമുള്ള വല്യമ്മയും ഈ മനുഷ്യന്റെ ഭാര്യ, ഈ പറഞ്ഞ പാസ്റ്ററും ഭാര്യ, ഒരു അമ്മച്ചി മാത്രം ഇന്ന്. There were three people, one the pastor, the wife, and then an older woman were praying a Friday morning fasting prayer. ആ മനുഷ്യൻ ചോദിച്ചു, എന്നാ വന്നേ? So he asked, why did you come? ഉള്ള കാര്യം പറഞ്ഞു. She said why she came. ആ മനുഷ്യൻ തല കഴിച്ചു. He prayed for her. ഈ സ്ത്രീ പറഞ്ഞത് ഒരു ഐസ് വന്ന് അകത്തോട്ട് ഇറങ്ങുന്ന പോലെ തോന്നിയിരുന്നു. She said that she felt like a piece of ice was falling upon her. ആ സെക്കൻഡിൽ സൗഖ്യം. In that instant she was healed. Amen. Prayer is power. There is power in prayer. Praise the Lord. ഒരു രാത്രി മുഴുവനും പാസ്റ്റർ രാജൻ മുട്ടകന്നപ്പോൾ, one night when Pastor Rajan took the time to stand on his knees, ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തിക്ക് ദൈവം സ്വപ്നം. oh, God began to speak to the person who was going to commit suicide through a dream. എനിക്കറിഞ്ഞുകൂടാ ആളുകൾ ഈ പ്രയർ വിട്ടിട്ട് വെറുതെ മനുഷ്യനെ ആശ്രയിച്ച് സ്പോൺസറെ തേടി വട്ടം കറങ്ങുന്ന കാണുന്ന സങ്കടം. When I see people abolish prayer and go after people and sources, I sometimes feel tired. I feel sick about it. Praise the Lord. സഹോദരി സഹോദരന്മാരെ, നമ്മൾ അറിയാത്ത ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. Children of God, there are great levels that we do not know. Praise the Lord. Amen. നാളെ എന്തെന്നറിയുവാൻ ത്രാണിയില്ലാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്നത്. What is it that we are learning? പ്രാർത്ഥനയെ കുറിച്ചുള്ള ശിഷ്യന്മാരുടെ മനോഭാവം. We are looking at the attitude of prayer for the disciples. പ്രാർത്ഥനയെ കുറിച്ചുള്ള ശിഷ്യന്മാരുടെ മനോഭാവം. What did they think about prayer? Praise the Lord. കുറഞ്ഞ പക്ഷം 3 കോഴ്സെങ്കിലും അവർ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. I said there were at least 3 courses they already have regarding prayer. ഒന്ന് വീട്ടിൽ നിന്ന് കിട്ടിയത്. First one from home. 2 സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടിയത്. And second might be from Sunday school. 3 ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാരിൽ. Or might be from any spiritual leaders. എന്നാൽ അതിലൊന്നും ഒരു തൃപ്തരല്ല. But they're not yet satisfied. സഹോദരന്മാരെ, നമുക്ക് 3 അല്ല 4 അല്ല 5 6 കോഴ്സ് നോക്കാം. Brothers and sisters, we might even have even more courses than the disciples. നല്ല സാഹിത്യ സമ്പുഷ്ടമായിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
We might be able to pray very, very eloquently. സായ തുടങ്ങി സായ തീർക്കുന്ന ആളുകളുണ്ട്. They can start at A and end up in A. ഞാൻ പറയുന്നത് നിങ്ങൾ ചിരിക്കരുത്. Don't laugh. ദൈവം തമ്പുരാൻ ഞെട്ടിപ്പോകും. But even God might be trembling, might be worried. ഒരു ഭാഷയുടെ ഭയങ്കര പ്രയോഗമാണ്. They use the language for prayer. കേൾക്കുമ്പോഴേ അറിയാം ആദി റൂഫിന് മുകളിൽ പോകത്തില്ല. The time you listen to that kind of prayer, you know, it's not going to go beyond that roof. എന്നാൽ പഴയ നിയമത്തിൽ ഒരു സ്ത്രീ പ്രാർത്ഥിച്ചു. But in the Old Testament, we see a lady praying, ചുണ്ടനങ്ങുന്ന and her lips were moving. ശബ്ദമില്ല. There was no voice. ഹല്ലേലൂയ. Amen. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഏലിക്ക് തിരിഞ്ഞില്ല, ഏലോഹിമിന് തിരിഞ്ഞു. Praise the Lord. The book that I am going to write right now is the Eli did not understand, but Elohim recognized. Praise the Amen. Lord. Amen. ചുണ്ടനങ്ങുന്നത് ഏലിക്കറിയില്ല. Eli did not recognize why her lips were moving. നീ എന്നെ കള്ളു കുടിച്ചിട്ടുണ്ടോ? Did you drink wine or strong drink? കള്ളു കുടിച്ചാൽ ഇങ്ങനെ ചുണ്ടനങ്ങോ? If you drink strong drink, do you think your lips are going to move? തിരിച്ചൊരു ചോദ്യം, അപ്പച്ചൻ കുടിച്ചിട്ടുണ്ടോ? So she's going to ask him, did you drink? പിന്നെന്താ ചുണ്ടനങ്ങുന്ന കണ്ടപ്പോ കുടിച്ചതാണെന്ന് തോന്നാൻ കാരണം അങ്ങനെ വല്ല അനുഭവം വീട്ടിലുണ്ടോ? So she can ask, how did you know that when you drink that your lips will move? വീട്ടിലനുഭവം ഉണ്ടോ? Might be there is an experience in the home. പിള്ളേര് ശരിയല്ല. The children are not right. അവർ ലെവൽ തെറ്റി എങ്ങനെ ചുണ്ടൊക്കെ Many times he's seen them not sober. പറഞ്ഞാൽ തിരിയാതെ കൊണ്ടു. They don't understand what's going on. Praise the Lord. Amen. നാട്ടിലൊരു പറച്ചിലുണ്ട്, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാമില്ല. മഞ്ഞപ്പിത്തക്കാരൻ നോക്കുമ്പോ എല്ലാം മഞ്ഞയായിട്ട് തോന്നും. A person who looks with jaundice, with an yellow fever, will always see others yellow too. അത് സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട് സംഭവം. And it's written in the books of Proverbs. മനുഷ്യൻ വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റൊരാളെ കാണുന്നു. It says men see the reflection of their face in the water, and as such they see the reflection of other people in their heart as they assume. കണ്ണിൽ കൂടെ കണ്ണുനീര് പോലെ ഒഴുകുന്ന ഒരു സ്ത്രീയെ ചുണ്ടനങ്ങുന്നപ്പോ ചോദിക്കുക, മദ്യപിച്ചിട്ടുണ്ടോ? When this woman is crying with tears in her eye and her lips are moving, he's asking, did you take a strong drink? എനിക്ക് എന്നാലും ആ അമ്മച്ചിയിൽ ഒരു നല്ലത് കാണാൻ പറ്റി. But I see something great in Hannah. അമ്മച്ചി വേറെ സഭയൊന്നും തുടങ്ങിയില്ല. She did not start another church. അതുപോലെ ഒരു സഭ തുടങ്ങാൻ. Isn't that enough to form another church? അത്രയൊന്നും വേണ്ട. You don't need that much. ഞാൻ എന്റെ പ്രിയപ്പെട്ടവര് കഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എന്നെ കള്ളു കുടിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ഒരു കൂട്ടായ്മ തുടങ്ങാൻ പോവാ, താല്പര്യമുള്ളവർ എന്റെ കൂടെ പോരാൻ പറഞ്ഞാൽ ഒരു 5-6 പേരെ കിട്ടുകയില്ലേ? So she could say, I came with you for the answer of a prayer, and the minister asked me if I prayed. Let's go and have another church. ആ സഭ പൊട്ടിക്കാൻ പറ്റിയ റൈറ്റ് ടൈം ആകും. That's the right time to break that church. കാരണം പിള്ളേര് ശരിയല്ല, പുള്ളിക്കാണ് ദൂതില്ല, മൊത്തം പോയി കിടക്കുന്ന. The children are not right with God. He doesn't have any vision. Now this is the right time to break a church. പ്രാർത്ഥിക്കുന്നവരെ ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടുകയില്ല. But those who pray will not get involved in anything unnecessary. അവരുടെ കാര്യം കൈകാര്യം ചെയ്യാൻ ഒരു ദൈവം. Because they know there is a God that can handle that. Hallelujah. Amen. Praise the Lord. Amen. എന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്കൊരു ദൈവമുള്ളൂ. I have a God who can handle my situations. നാട്ടിലൊരു പുള്ളി എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ മതി, മന്ത്രിയോട് വിളിച്ചു പറയാം. There is a man in India who will always find me and say, if you have a need, you come and tell me. I'll call the minister, and then your things will be done. പുള്ളിയുടെ ധൈര്യം ധരിച്ച് മന്ത്രി കയ്യിൽ. What he has the confidence is he has a minister, a politician in his hand. എനിക്ക് നീ പറയുമ്പോ ചിരിയ, കാരണം എന്റെ രാജാവിരിക്കുക. I laugh in my heart because I have the king in my hand. എന്നോടാ പറയുന്നത് മന്ത്രിയോട് പറയാവുന്നത്. That is he's telling me that he's going to speak to a minister, a politician. എന്നാൽ ഈ പുള്ളിയെ അളക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. So one time I just wanted to measure him up and I asked him, എന്റെ കൊച്ചിന് അത്യാവശ്യമായിട്ട് ഒരു ടിക്കറ്റ് ബാംഗ്ലൂർക്ക് വേണം, അതൊന്ന് അറേഞ്ച് ചെയ്യാൻ. So I asked him, my daughter needs a ticket to Bangalore, very urgent. Can you do that? 2 ആഴ്ച പറയാം. He said, couldn't you tell that 2 weeks back? കിട്ടിയ Now we know. ചിപ്പ പറയുക He was just bluffing. 2 ആഴ്ച പറയാൻ പറ്റാത്തത്. He said, couldn't you tell that 2 weeks back?
നാട്ടിലൊരു ഡോക്ടറുണ്ട്, ഏത് രോഗിയെ കൊണ്ടെന്നാലും ചോദിക്കും ഇത് ഇത്രയും വൈകിയെന്ന. There's a doctor in India. You bring any patient to him and say, why did you delay so much? മരത്തേത് പിന്നെ ആളെ കുറിച്ചും അത് തന്നെ ചോദിച്ചു. Even if a man falls off a tree, he asks the same question. കൊണ്ടത്തോട് ചോദിച്ചു, എന്റെ പൊന്നു സാറേ ഒന്ന് വീഴണ്ടേ? So somebody asked, doctor, this man should fall down in the first place to bring him. ഇതുപോലെ ഇരിക്കും മനുഷ്യനെ ആശ്രയിച്ച. That is our way when you trust in the Lord in the man. അമ്മാച്ചനും അളിയനും അമ്മായിയപ്പനും ഒക്കെ പറയും എന്താ പറയാൻ പറ്റായിരുന്നു. All the in-laws will say, you should have told me earlier. എന്നാൽ നിനക്ക് മുട്ടുകുത്തുന്ന ഒരു പരിചയം ഉണ്ടെങ്കിൽ Amen. Glory to God. ഞാൻ പറയുന്നത് ചിന്തിക്കാനും ചിരിക്കാനും. I am telling you so that you can think. കുരിശിലെ കള്ളനോട് കർത്താവ് ചോദിച്ചത് എത്ര നാൾ എന്നെ വൈകിയത്? Why didn't Jesus ask the robber on thief on the cross, why did you delay so much? എന്റെ പൊന്നുമാനെ, ഞാൻ ഇതിലെ തുല്യം പറഞ്ഞ് നടന്നപ്പോഴൊന്നും നിനക്ക് ഇതൊന്നും ചോദിക്കാൻ തോന്നിയില്ലടാ. ഇപ്പൊ ഞാൻ ഈ അവസ്ഥ വന്നപ്പോഴാണല്ലോ നിനക്ക് തോന്നിയെന്ന് ചോദിച്ചോ? Jesus didn't tell him, man, I was walking and preaching the gospel and yet you did not have the time to ask me. Is this the time for you to ask me? ദൂത് ശ്രദ്ധിച്ച് ഗ്രഹിച്ചു കൊടുക്കുക. But listen to the message very carefully. കയ്യിലും കാലിലും ഇരുമ്പാണി അടിച്ച് തൂങ്ങിക്കിടക്കുമ്പോഴും പ്രാർത്ഥന കേൾക്കാൻ അവന് കഴിയുമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ നടുവിൽ നടക്കുന്ന അവന് നിന്റെ പ്രാർത്ഥന എത്ര അധികം കേൾക്കാൻ കഴിയും. Even while he was nailed on the cross of Calvary and was able to hear that man and answer his prayer, how much more will the Lord answer your prayers now? Praise the Lord. കരങ്ങളടിച്ച് അല്പം നേരം ദൈവത്തെ. Amen. Thank you, Jesus. ശക്തിയോടെ വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. ഓ ജീസസ്, ഓ ഹല്ലേലൂയ, ഓ റിബാരാബാല ശമനബാല ഗുഡബരാദിക ശമനബല ഹല്ലേലൂയ. Glory, glory, glory. Thank you, Lord. Thank you, Lord. Hallelujah. Amen. Hallelujah. Yes. Hallelujah. Amen. കർത്താവിനോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ ചിലരെ ദൈവം പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കായിട്ട് അഭിഷേകം ചെയ്യാൻ The പോകുന്നു. Lord spoke to me and said, I'm going to anoint few people in this gathering, praise God, for prayer. എറണാകുളത്ത് ഒരു വീട്ടിൽ കൺവെൻഷൻ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ ഒരു എഞ്ചിനീയറുടെ ഭാര്യ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു, ഇവിടുത്തെ അച്ചാര് പോലും ഇപ്പൊ സംശയമായിരിക്കുകയാണ്, നിങ്ങൾ മറ്റൊന്നും ധരിക്കരുത്. പുള്ളി പറഞ്ഞ വിഷയം ഞാൻ പറയാം. ഞാൻ ഒരുപാട് സമയം പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും അസുഖമാണോ എന്ന് ഇപ്പോൾ ആളുകൾക്ക് സംശയമാണെന്ന് പറഞ്ഞു. As I was staying in one house after a service, and a lady came and told me, Pastor, I'm really concerned because many people think because I spend too much time in prayer, people think I have some kind of sickness. കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിള്ളേരെ അച്ചാരെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ പ്രായർ റൂമിൽ കയറിയിട്ട് ഉച്ച ഉണ്ടില്ല, 4 മണിക്ക് ചായ കുടിച്ചില്ല, അച്ചായ തിരിച്ചു വരുന്നവർ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. അതിപ്പോ ഇവർക്ക് ടെൻഷനായിരിക്കുക, എനിക്ക് വല്ലതും കുഴപ്പമാണോ എന്ന് ചോദിച്ചു. After the husband left on the morning, I went to the prayer room and until he came, I was still in the prayer room and he was a little concerned if I had something going on in my life. ഞാൻ പറഞ്ഞു, കുഴപ്പം അവർക്കല്ല, നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്കും ഒക്കെ ഇച്ചിരി അസുഖമുണ്ട്, അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് അസുഖമാണെന്ന് തോന്നുന്നു. I said, the problem is not with you, but you, your husband, your family and the church that you're involved in has a little problem, sickness, so that is why they think you are sick. നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം തന്നിരിക്കുക. Oh, God wants to give you an anointing for intercession. അതൊരിക്കലും ചെറുതായിട്ട് കാണരുത്. Don't look at it as a light thing. ഞാൻ എന്നിട്ട് അവരുടെ പിള്ളേരെ വിളിച്ചു പറഞ്ഞ, പിള്ളേർക്ക് ഇപ്പൊ ജോലിയില്ല, ബാംഗ്ലൂരിൽ ചെന്നപ്പോ ഞാൻ മോനോട് പറഞ്ഞു, മോനെ നിന്റെ മമ്മിയുടെ പ്രയറാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. Now that lady's son is working in Bangalore, I met him there and I said, it's your mommy's prayer that is keeping you now. Praise the Lord. Amen. അതൊരു anointing ആണ്. It's an anointing, children of God. എപ്പോഴും പ്രയർ റൂമിലേക്ക് പോകാനായിട്ട് ഒരു തള്ളി വിടുന്ന അനുഭവം, അതൊരു അഭിഷേകമാണ്. Oh, it's an anointing that will move you to the prayer room. Praise God. ഈ ഗ്രൂപ്പിൽ ചിലർക്ക് ദൈവം നൽകട്ടെ. Oh, God wants to give that anointing to some people in this room. അത് മാത്രം ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തു. Amen. You just have to do what you have to do and God will do the rest. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാം. Amen. When man begins to pray, God will begin to move.
മനുഷ്യൻ മുട്ടുമടക്കുമ്പോൾ ദൈവം ദൂതനെ അയക്കാൻ Every തുടങ്ങും. time you bend your knees, praise the God is sending His angels. മനുഷ്യൻ കൈ ഉയർത്താൻ Amen. കൈ ഉയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം കൈ നീട്ടാൻ I തുടങ്ങും. mean, when you lift your holy hands in the presence of God, He will begin to stretch His hands for you. മനുഷ്യൻ കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോൾ ദൈവം കണ്ണ് തുറക്കാൻ തുടങ്ങും. When you close your eyes before God, He will open up His eyes for you. Praise God. Praise, praise, Amen. praise. Praise the Lord. Glory to God. ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ വെയിൽസിലെ ഉണർവ് നടന്ന സ്ഥലം പോയി കണ്ടു. I went to England and went to the place called Wales where the revival happened. ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ നിന്ന് കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചു. I stood there a day and I thank God in tears. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം പ്രേരണ കൊടുത്തു പ്രാർത്ഥിക്കാൻ. One man was inspired to pray. ഇവാൻ റോബർട്സ്. Even Roberts. 11 മാസം അയാൾ പ്രാർത്ഥിച്ചു. He prayed for 11 months. അയാളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചു. And then eventually God brought people to pray with him. ആ പള്ളിയുടെ ഭിത്തി മുഴുവൻ എഴുതി വച്ചിരിക്കുന്ന അന്നത്തെ പേപ്പർ കട്ടിങ്സ് ഇതെടുത്തിട്ട് എന്താണ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത് കേടുവരാതെ വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. അതിലെഴുതിയിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കേസുകളില്ലാത്തതിനാൽ പോലീസ് സ്റ്റേഷൻ കുറെ കാലത്തേക്ക് വെറുതെ കിടക്കുന്നു. കോടതികളിൽ കേസില്ലാത്തതിനാൽ കോടതിയും വെറുതെ കിടക്കുന്നു. മുഴുവൻ പേരും പ്രാർത്ഥനയ്ക്ക് പോന്നിരിക്കുക. Because all the people are going for prayer in that church building, they have laminated those writings and it says, because there is no criminals, the police station is closed. Because there is no criminals, the courts are closed in that city. ഇത്രയും ശക്തി പ്രാർത്ഥനയ്ക്കുള്ളൂ. That's how powerful the prayer is. അയ്യോ, പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും ആളുകൾ തുടങ്ങിയെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. And as you begin to pray, something is going to happen. Praise the Lord. ദൈവം ഉടനെ എന്തെങ്കിലും ചിലത്. Every time you pray, God is going to move. Praise the Lord. ഇത്രയും ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രാർത്ഥിക്കാത്തത്? If there is so much power in prayer, why we don't pray? Praise the Lord. Amen. Praise the Lord. Amen. ഒരു പാസ്റ്റർക്ക് ചെയ്യാവുന്നതിലേക്ക് ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് ഞാൻ ഒരു ബുക്കിൽ വായിച്ചപ്പോൾ, ചിലരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. Praise the Lord. What is the greatest ministry of a pastor? I read in a book is to teach a few people to pray. ഇന്നലെ ഞാൻ ചില ബുക്കുകളുടെ പേര് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നു. സക്കറിയ ടാനി ഫോം എന്ന ആൾ എഴുതിയ പ്രയർ പവർ സീരീസ് 12 ബുക്കുകളുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹമുള്ളവർ അത് വായിച്ചിരിക്കണം. If you desire to grow in your prayer life, you should read the book by Zechariah Tanny Forman. Praise God. There's 12 series of his books. You should read that. പ്രയർ പവർ സീരീസ്. Prayer Power series. ഒരെണ്ണം മാത്രമേ മലയാളത്തിൽ നിന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. Only there's one book translated to Malayalam. Everything else is in English. പിന്നെ പ്രസിദ്ധമായ E.M. ബൗൺസിന്റെ ബുക്കുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. And I hope you know about E.M. Bounds. പ്രാർത്ഥനയെ കുറിച്ച് വളരെ കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. He wrote a lot of things about prayer. 10-12 ബുക്കുകൾ അടങ്ങിയ ഒരു വലിയ ബുക്ക് ഇറങ്ങിയത് എനിക്ക് ജിജി കഴിഞ്ഞ വർഷം വാങ്ങിത്തന്നു. Pastor Gigi brought me a book last year. അത് ഭയങ്കര ബുക്കാണ്. It's a great book. പ്രിയപ്പെട്ടവരെ, ബുക്ക് കൊണ്ട് കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കും. Children of God, books will not help, but you have to pray. Praise the Lord. Amen. എങ്കിലും ഒരു തീപ്പൊരി ഒന്ന് ഊതിക്കത്തിക്കാനാണ് ഇതൊക്കെ ഉതകത്തുള്ളൂ. But this is just a spark so that the fire can be caught in our hearts. ശിഷ്യന്മാരുടെ മനോഭാവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. We are thinking about the thoughts of or the attitude of the disciples. ശിഷ്യന്മാർ പറയാണ്, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഈ പ്രാർത്ഥനയിൽ. They are saying we are not satisfied with the prayer. Praise the Lord. പ്രാർത്ഥനയെ കുറിച്ചൊരു 3 കോഴ്സെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇവർ പറയാണ്, ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ സാറ്റിസ്ഫൈഡ് അല്ല. They are not satisfied with the 3-course prayer that they learned. Praise the Lord. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാരാന്ന് ചോദിച്ചാൽ പെന്തിക്കോസുകാർ. The most often, if you ask somebody who is the most who knows to pray, it's Pentecostals. ഇച്ചിരി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഉപദേശിമാർ. And the people who can pray even better are the preachers, pastors. അടുത്തൊരു ചോദ്യം. Next question. ഏറ്റവും കുറച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. Who is the man or person who prays the least? അതിന്റെ ഉത്തരവും ഉപദേശിമാരാകാനാണ് സാധ്യത. Chances are it could be pastors. കാരണം അവരതുപോലെ ബിസിയാണ്. Because they are very busy. സാത്താൻ വളരെ വിജയിച്ചു നിൽക്കുക. Satan is already overcoming on that in that issue.
സത്യം പറയുന്ന പല സ്നേഹിതരോട് ഞാൻ അടുത്ത് ഇടപെട്ടപ്പോ പറഞ്ഞു, എന്റെ പാസ്റ്ററെ കിടന്നുകൊണ്ട് ഒരു വാക്ക് സ്വതന്ത്രം ചെയ്യാൻ. Oh, to many friends I deal very closely. I ask them about their prayer life. They say, in my bed I just utter a prayer. പിന്നെ ഈ കമ്പ്യൂട്ടറിനകത്തുനിന്ന് പ്രസംഗം കിട്ടുമല്ലോ. And then you get preaching from the computer. ഹല്ലേലൂയ. Amen. പിശാച് പിടിയെ പിടിച്ചിരിക്കുന്നു. That is where the devil has caught hold of us. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ Amen. സാത്താൻ പേടിയാണ്. Oh, the devil will tremble at a person who prays. മുട്ടുമടക്കുന്ന ഒരു മനുഷ്യൻ മുട്ടുമടക്കേണ്ടി വരികയില്ല. Praise God. If you kneel down before God, you will not have to kneel before men. Praise God. Amen. Praise God. Amen. മൊർദെഖായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനാണ്. Mordecai used to kneel before God. അത് കാരണം അവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തില്ല. So he didn't have to go and kneel before man. അപ്പൊ തലക്കനാണ് ആളുകൾ പറയുന്നത്. They say it's a head weight. ഹെഡ്വെയിറ്റ് അല്ല. It's not really head weight. രാവിലെ വളരെ നേരം സർവശക്തിന് മുമ്പിൽ മുട്ടുകുത്തിയ കാരണം പിന്നെ ആരെ കണ്ടാലും Because he spent enough time in the presence of the Almighty God, he doesn't have to kneel before any other person. ഹാമാൻ ഇത് കാണുന്ന പ്രശ്നം. And Haman noticed this and he is troubled. എല്ലാവരും അവരുടെ മുമ്പിൽ മുട്ടുകുത്തി. Everybody bows before him. മൊർദെഖായി ഹലോ ഞാൻ ഇത്ര പറയത്തുള്ളൂ. Mordecai just wishes him a hi and hello and that's it. അവൻ പല്ല് കടിക്കാൻ നിന്നെ ഞാൻ മുട്ടുകുത്തിക്കുന്നു. And now Haman is gnashing his teeth and he said, I will teach you a lesson. മൊർദെഖായി മറുപടി ഒന്നും പറഞ്ഞില്ല. And Mordecai didn't answer anything. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ ആർക്കും പറ്റുകയില്ലെന്ന് Amen. എസ്തേറിന്റെ പുസ്തകം തെളിയിക്കുന്നു. The book of Esther teaches if you kneel down before God, nobody can put you down. Praise the Lord. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. മൊർദെഖായി മുട്ടുകുത്തിക്കാൻ പറ്റില്ല. He was not able to put him down. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന നിന്നെ മുട്ടുകുത്തിക്കാൻ പിശാചിന് പറ്റില്ല, രോഗത്തിന് പറ്റില്ല, Amen. മന്ത്രവാദത്തിന് പറ്റില്ല, Amen. ആവിചാരത്തിന് പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല. Amen. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന Amen. നിന്നെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിയില്ല, കഴിയില്ല, കഴിയില്ല. Amen. I am confirming and affirming it, praise God. If you kneel down before God, there is no power, no magic, no sickness, nothing that can bar you down. Praise the Lord. Amen. മൊർദെഖായിയെ മുട്ടുകുത്തിക്കാനുള്ള ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തേച്ച് നിൽക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനം തനിച്ചിരിക്കുന്ന പുരുഷൻ എന്നാ ചെയ്യണം? While Haman had already planned his purpose to bring this person down, the king is asking Haman, what shall I do to the person that I honor? ആ ചോദ്യം ഹാമാനോട് ചോദിച്ചു. The king is asking that to Haman. മൊർദെഖായിയോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞേനെ. What would have happened if the same question was asked to Mordecai? മൊർദെഖായി പറയും, 5000 പേർക്ക് ഇരിക്കാവുന്ന ഹോളും ഇലവെള്ളം വെക്കാൻ ഒരു ഫ്ലാസ്ക്. Mordecai would have said, I need a sanctuary for seating 5,000 people and a coffee pot. അതുകൊണ്ട് തന്നെയാ ഇവനോട് ചോദിക്കാതെ അവനോട് ചോദിച്ചു. That is why the king asked Haman instead of asking Mordecai. മൊർദെഖായി ഇവിടെ ചോദിച്ചാൽ അതൊന്നും പറയില്ല. മറ്റേ പള്ളിയോട് ചോദിച്ചു. Mordecai will never say what he wants. മറ്റേ പള്ളി പറഞ്ഞാൽ എല്ലാം ഓർക്കുന്നുണ്ടോ? You know what the other person said? രാജാവ് ഇടുന്ന ഉടുപ്പ്, The robe that the king wears. എന്തൊരു ആഗ്രഹം, കുറെ What നാളെ a desire. He's been cherishing that desire for a long time now. ദുരാഗ്രഹത്തിന് ഒരു പരിധി വേണ്ടേ? Even for evil wish, desires, you need a limit. രാജാവ് കയറുന്ന അതേ രഥം, The same chariot that the king rides upon. കിരീടം, The crown. എന്നിട്ട് മുമ്പിൽ ഒരു ജീപ്പിന് മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയണം. And then one fellow should go in the front and call out and proclaim, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ. oh, this is how God will honor, the king will honor the person the king honors. രാജാവ് പറഞ്ഞത് മുഴുവൻ ചെയ്യണം, കുറയ്ക്കരുത്, കാരണം നിനക്കല്ല. So the king said, you have to do everything that you said, don't decrease anything, because it's not for you. നിനക്കല്ലെന്ന് അറിയുമ്പോ ഈ പാട്ട മൈക്കൊക്കെ വെച്ച് കെട്ടി തിരിയാത്ത പോലെ പറയുന്ന പരിപാടി നിനക്കറിയാമല്ലോ. So when you hear that it is not for you, then you know how it sounds after that. ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം.
Say very clearly, it's not for you. Amen. അവൻ വർഷങ്ങളായി എന്റെ സന്നിധിയിൽ വീട് കിടക്കുക. അവനെ ഈ പട്ടണത്തിൽ മാനിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അവനെ ഈ പട്ടണത്തിൽ ഉയർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അത് തടയാൻ ആർക്കും കഴിയില്ല. And God determined already that he has falling fast in my feet. I'm going to honor him now. Nobody will stop it. ഇത് ചിലർക്ക് ദൂതായി ഭവിക്കട്ടെ. Let this be a message to a few people here. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. Let's clap our hands upon you. Thank you, Lord. നമ്മൾ ആവശ്യപ്പെടാത്ത പദവികളൊക്കെ ചിലപ്പോൾ ദൈവം നമുക്ക് തരും. Many times God will give you privileges that you don't deserve. നമുക്ക് പദവി സംഗതി വേണ്ടിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇത് നിനക്ക് തരിക. കാരണം അത് എന്റെ മാന്യത, നിന്റെ മാന്യത. It's not that you desired it, but God is giving it because that's God's honor. ഓ, ദൈവം എത്ര വലിയവനാ. Oh, how great is our God. ദൈവം എത്ര വലിയവനാ. Great is our God. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച നിന്നെ മാനിക്കേണ്ടത് ദൈവത്തിന്റെ മാനമാണ്. Amen. Stay faithful in the works of the Lord and He will honor you. കാശിന്റെ മുമ്പിൽ നിന്നും കുനിയരുത്. ധനവാന്റെ മുമ്പിൽ നിന്നും കുനിയരുത്. അധികാരത്തിന്റെ മുമ്പിൽ നിന്നും കുനിയരുത്. കൈക്കൂലിയുടെ മുമ്പിൽ നിന്നും കുനിയരുത്. നിന്നെ ഉയർത്താൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. You don't have to stoop before material things or riches or even rich people, and God will honor you at the right time. Praise the Lord. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. Praise the Lord. ഹല്ലേലൂയ. ഓ ശബാനബ. In the name of Jesus. ഓരി കമനാദ സന്ദുരാദന റിമനാദന ഹത്തനാദിയാന ശബാന ഗുണാനവാന ശബാന സന്ദുരാദന. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാളി. ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്ന് ഒരു 2000 രൂപ വായ്പ ചോദിക്കുന്നു. A man comes to my house and asks me for a $2,000 loan. ഞാൻ പറഞ്ഞു, എന്നത്തേക്ക് അത്യാവശ്യം? I will ask him, when do you need this? അടുത്ത 5-ാം തീയതി. Next 5th. ഓക്കെ, ഞാൻ തരാം. All right, I'll give it to you. പുള്ളി തൊട്ടപ്പുറത്ത് എന്ന് എന്റെ അയൽവക്കക്കാരന്റെ വീട്ടിൽ ഇത് തന്നെ ചോദിച്ചാൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? What if this same person goes to another house, my neighbor's house, and asks the same question? ഇവൻ ശരി പുള്ളിയല്ലെന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കട്ടെ. I should understand that he's not ശരി പുള്ളിയല്ലെന്ന് he's not the right person. I should recognize that. ഒന്നെങ്കിൽ എന്നെ അവന് വിശ്വാസം, Either he doesn't trust me, അല്ലെങ്കിൽ ഇവൻ തട്ടിപ്പ്. or he is a fake. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. Amen. Amen. To trust in the Lord and only in the Lord. അവിടെ എന്റെ വിഷയം. That is where you should understand the person. നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, If you ever trust in God, പിന്നെ എന്റെ മനുഷ്യനെ ആശ്രയിക്കും. why do you have to rely on men? രാവിലെ പരിശുദ്ധാത്മാവ് വളരെ ക്ലിയർ ആയിട്ട് പറയുക, Spirit of the Lord is speaking very clearly this morning. നിന്റെ ആ വിഷയത്തിൽ നീ മനുഷ്യനെ ആശ്രയിക്കേണ്ട. Oh, in this matter that you're concerned this morning, you don't have to trust in man. വേണ്ട. No. ദൈവം അതിന് ഇടപെട്ട് കഴിഞ്ഞിരിക്കുക. God has already intervened before. ദൈവം അതിന് നടപടി